നമസ്കാരം. പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം ആയുധ കച്ചവടം ഉറപ്പിക്കാനാണെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയിൽ തന്നെ കടുത്ത പ്രതിഷേധം ഇപ്പോൾ മറ്റുള്ളവർ നടത്തിയിരിക്കുകയാണ്. തൃശൂരിൽ CPM ജില്ലാ സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് തന്നെയായിരുന്നു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. പ്രധാനമന്ത്രി മുൻപ് അമേരിക്ക സന്ദർശിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവാണ്. അതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി പോകുന്നത്. രണ്ട് സന്ദർശനങ്ങളും യാദൃശ്ചിക സന്ദർശനമായി കാണാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത്. ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികൾ കൂടുതൽ ജനവിരുദ്ധമാവുകയാണെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയ വാക്കുകൾ. അതിന് ഉദാഹരണം തന്നെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നു. കേരളത്തെ തടഞ്ഞത് സ്വാഭാവികമായ കാര്യമാണെന്നും ഇപ്പോഴും ഉണ്ടാകുന്നതാണ് എന്നും പറയുന്നുണ്ട്. എന്നാൽ ജനങ്ങൾക്ക് വേണ്ട പല പ്രധാന കാര്യങ്ങളും ബഡ്ജറ്റിലില്ല എന്നും പറയുന്നുണ്ട്. കർഷകരെ ദ്രോഷിക്കുന്ന നടപടികളൊക്കെ തന്നെയും തുടരെ തന്നെ ഉണ്ടാവുകയാണ്. തൊഴിലുറപ്പ് പദ്ധതികൾ വലിയ വെട്ടിക്കുറവുണ്ടാകുന്നു. പദ്ധതിയിൽ ഒരു പൈസ പോലും വർദ്ധിപ്പിക്കാൻ ഈ കേന്ദ്ര ബഡ്ജറ്റ് ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. രാജ്യത്ത് പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരാവുകയും സമ്പന്നർ വീണ്ടും സമ്പന്നരാവുകയുമാണ്. ആഹാരത്തിന് വഴിയില്ലാത്ത കോടിക്കണക്കിന് ആളുകളാണ് രാജ്യത്ത് ജീവിക്കുന്നത്. എന്നിട്ടും 7 ലക്ഷം കോടി രൂപയുടെ കുറവ് ഭക്ഷ്യ സബ്സിഡിയിൽ വരുത്തിയിട്ടുണ്ട്. എന്ത് ക്രൂരതയാണതെന്നും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. കേരളത്തോട് ശത്രുത മനോഭാവത്തോടെ കേന്ദ്രം പെരുമാറുന്നതെന്ന് അദ്ദേഹം വിമർശിച്ചു. ഇതിനെന്ത് കുറ്റമാണ് കേരളം ചെയ്തത്? ഒരുപാട് നേട്ടങ്ങളും കഥകളും പറയാനുള്ള നാടാണ് കേരളം. നമ്മൾ പറയുന്നതല്ല, അത് മറിച്ച് ഇന്ത്യൻ ഗവൺമെന്റ് അടക്കം ചാർത്തി തന്നിട്ടുള്ള മികവുകളാണ്. പക്ഷേ ബഡ്ജറ്റ് വരുമ്പോൾ തടയപ്പെടുന്നുണ്ട്. സംസ്ഥാനത്തിന് അർഹമായ കാര്യങ്ങൾ അനുവദിക്കണം. നമുക്ക് അർഹതയില്ല എന്നാരും പറയില്ല. ആരോഗ്യ മേഖലയിൽ ഇന്ത്യയിൽ മികച്ച കേരളമാണ്. ഇത് കേന്ദ്രവും അംഗീകരിച്ചതാണ്. എന്നാൽ നമുക്ക് എയിംസ് ഇല്ല. എയിംസ് അനുവദിക്കണമെന്ന് ദശാബ്ദങ്ങളായി തന്നെ മുൻപേ നമ്മളിത് പറയുന്നതാണ്. എയിംസിന് 4 സ്ഥലങ്ങൾ നിർദ്ദേശിച്ചു. അപ്പോൾ കേന്ദ്രം ഒരു പ്രത്യേക സ്ഥലം പറയണമെന്ന് പറഞ്ഞു. അതും നിർദ്ദേശിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കേരളം എന്ന പേര് പരാമർശിക്കാത്ത ബഡ്ജറ്റാണ് കഴിഞ്ഞത്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര മന്ത്രിമാരുടേത് നെറികേടിന്റെ ഭാഗമാണെന്നും നെറികെട്ട ഭാഷയാണെന്നും അവരുടേതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സുഹൃത്ത് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് പോയത്. ഫ്രാൻസ് US സന്ദർശനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത്. ട്രംപിന്റെ ചരിത്രപരമായ വിജയത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ കൂടിക്കാഴ്ച കൂടിയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ട്രംപ് ആദ്യം പ്രസിഡന്റായ ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും ആഗോളതന്ത്രപരമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു. ഈ സന്ദർശനത്തിലൂടെ സാങ്കേതിക വിദ്യ, വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം, വിതരണ ശൃംഖല പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ പങ്കാളിത്തം കൂടുതൽ ഉയർന്നതിലേക്ക് നയിക്കും. രണ്ടു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ ക്ഷേമത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കും. മോദി വ്യക്തമാക്കിയ വാക്കുകളാണ്. എന്നാൽ ഇന്ത്യൻ കുടിയേറ്റക്കാരെ വിലങ്ങണിയേറ്റ് തിരിച്ചറിയിച്ചതിനാൽ തന്നെ പ്രതികരിക്കാതിരിക്കുകയായിരുന്നു മോദിയുടെ പ്രസ്താവന. 487 അനധികൃത ഇന്ത്യക്കാരെ കൂടി US തിരികെ അയക്കാൻ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ്. ഇതിനിടയിലാണ് ആദ്യഘട്ടത്തിൽ ഇന്ത്യയിൽ എത്തിച്ച കുടിയേറ്റക്കാരെ ചങ്ങലക്കിട്ട വിവാദം ഉണ്ടായത്.